കംബോഡിയയിലെ സിയം റീപ്പ് എന്ന നഗരത്തിന് സമീപമുള്ള പുരാനഗരത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഡ്രൈവർ സമ്പത്ത്. ഉച്ചഭക്ഷണം കഴിച്ച ശേഷം അങ്കോർ തോം എന്ന പുരാനഗരത്തിന്റെ ഭാഗമായ പ്രധാന സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നിരവധി തകർന്ന ക്ഷേത്രങ്ങൾ ഈ യാത്രയിൽ കാണാം. കല്ലിൽ പണിത ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന നഗരത്തിലെ മറ്റു കെട്ടിടങ്ങളെല്ലാം മരം കൊണ്ട് പണിതതായിരുന്നു. അതെല്ലാം ചെറുഭാഗം പോലും അവശേഷിക്കാത്ത രീതിയിൽ തകർന്നുപോയി. നേരെ മുന്നിൽ ഒരു പടിപ്പുര കാണാം. 4 വശത്തേക്കും മുഖം കൊത്തിവെച്ചിരിക്കുന്ന വലിയൊരു പടിപ്പുര. അങ്കോർ തോം എന്ന പുരാനഗരത്തിലേക്കുള്ള പടിപ്പുരകളിൽ ഒന്നാണിത്. 2 ചെറിയ ബസ്സിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. വലിയ ബസ്സുകൾ ഇത്തരം കവാടങ്ങൾ കടന്ന് പുരാനഗരത്തിലേക്ക് പോവുകയില്ല. കവാടം കടന്നു ചെല്ലുമ്പോൾ വഴിയുടെ ഇരുവശത്തും പാലാഴി കടയുന്ന ശില്പമാണ്. നഗരത്തെ ചുറ്റിയുള്ള കിടങ്ങിനു കുറുകെയുള്ള പാലത്തിന്റെ കൈവരിയിലാണ് ഈ ശില്പങ്ങൾ. പാലാഴി മഥന ശില്പം കടന്ന് വീണ്ടും യാത്ര വനത്തിലൂടെ തന്നെയാണ്. വിശാലമായ ഒരു കാടിന്റെ നടുക്കാണ് ഇപ്പോൾ അങ്കോർ തോം നഗരത്തിന്റെ അവശേഷിപ്പുകളെല്ലാം ഉള്ളത്. മരങ്ങൾ ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന വനം. പുതിയ കാലത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നറിയപ്പെടുന്ന പ്രദേശത്തിന്റെ ഭൂരിഭാഗം പ്രദേശവും ഒരു കാലത്ത് ഖമർ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. 9-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ശക്തമായി നിലനിന്ന സാമ്രാജ്യമാണത്. ഖമർ സാമ്രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രബലനായ രാജാവായിരുന്നു ജയവർമ്മൻ 7-ാമൻ. ഒരു പുതിയ രാജാവ് അധികാരമേറ്റാലുടൻ ഒരു വലിയ ക്ഷേത്രവും അതിനോട് ചേർന്ന് രാജനഗരവും പടുത്തുയർത്തുന്ന രീതി പണ്ട് നിലനിന്നിരുന്നു. ഈ കീഴ്വഴക്കമനുസരിച്ചാണ് ജയവർമ്മൻ 7-ാമൻ അങ്കോർ തോം എന്ന നഗരം പണിയുന്നത്. അതിൽ രാജക്ഷേത്രമായി ബയോൺ എന്ന ക്ഷേത്രവും പണികഴിപ്പിച്ചു. തലസ്ഥാന നഗരം അങ്കോർ തോം ആയതോടെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ നഗരത്തിൽ വാസമുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നഗരം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഇന്ന് മനസ്സിലാക്കി തരുന്നത് കല്ലുകൊണ്ട് പണിത വലിയ നഗരമതിലാണ്. ഞങ്ങളിനി ആദ്യം ചെല്ലുന്നത് താഫ്രോം എന്ന ക്ഷേത്രത്തിനടുത്തേക്കാണ്. ജയവർമ്മൻ 7-ാമൻ പണികഴിപ്പിച്ച ബുദ്ധക്ഷേത്രമാണത്. അവിടെ ഇറങ്ങുമ്പോൾ രസകരമായ ഒരു കാഴ്ചയുണ്ട്. ഒരു ടുക് വണ്ടിയിൽ ഊഞ്ഞാല് കെട്ടിക്കിടക്കുന്ന ഡ്രൈവർ. അവർ വിശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. ഓട്ടമില്ലാത്തപ്പോൾ വണ്ടിയിൽ ഒരു ഹാമക് കെട്ടി അതിൽ കിടക്കും. ഒരാൾക്ക് ഓട്ടം കിട്ടിയപ്പോൾ അയാൾ ഹാമക് അഴിച്ചുമാറ്റി ഗസ്റ്റിനെ കയറ്റാൻ ഒരുങ്ങുന്നു. ചെന്നിറങ്ങിയ ഉടനെ ഞങ്ങളുടെ സംഘത്തെ കച്ചവടക്കാരികൾ പിടികൂടി. പലവിധ സാധനങ്ങൾ വിൽക്കുന്നവർ, ടീഷർട്ട്, പ്രിന്റഡ് വസ്ത്രങ്ങൾ തുടങ്ങി ടൂറിസ്റ്റുകൾക്ക് വിൽക്കുന്ന സാധനങ്ങളെല്ലാമുണ്ട്. ഓരോ വാഹനത്തിലും ചെന്നിറങ്ങുന്നവരെ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമൊക്കെയായി കച്ചവടക്കാർ വളയും. ടീഷർട്ടെല്ലാം കണ്ടാൽ നല്ല ഭംഗിയാണ്. പക്ഷേ ഒറ്റ അലക്കിന് തീരും എന്നതാണ് പ്രശ്നം. കിട്ടിയ സമയം കൊണ്ട് സംഘത്തിലെ സ്ത്രീകൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടി. അതിൽ കൂടുതലും ഫ്രിഡ്ജ് മാഗ്നറ്റ്, ചെറിയ ശില്പങ്ങൾ എന്നിവയെല്ലാമാണ്. ഇന്ത്യൻ വിലയുമായി താരതമ്യം ചെയ്താൽ വലിയ വിലയൊന്നുമില്ല. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നതുകൊണ്ട് നടന്നു വിൽക്കുന്നവർക്ക് നല്ല കച്ചവടമാണ്. കടകളിൽ ഉള്ളതിനേക്കാൾ കച്ചവടം ഇവർക്കുണ്ട്. ഇവിടെ ഒരു പടിക്കെട്ടുണ്ട്. താൽക്കാലികമായി പണിത പടിക്കെട്ടാണ്. ഇതാണ് താഫ്രോം ടെമ്പിളിലേക്കുള്ള കിഴക്കു ഭാഗത്തെ എൻട്രൻസ്. 12-ാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണ് താഫ്രോം. ഇങ്ങനെ ഒരു താൽക്കാലിക പടിക്കെട്ട് പണിയാൻ കാരണമുണ്ട്. യഥാർത്ഥ പടിപ്പുരയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്. അതിനാൽ മതിലിന് മുകളിൽ കൂടി സന്ദർശകർക്ക് കടന്നുപോകാൻ ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അതിലൂടെ കടന്നു വേണം ക്ഷേത്ര കോംപ്ലക്സിലേക്ക് പോകാൻ. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള യഥാർത്ഥ പടിപ്പുര. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ നവീകരണം നടത്തുന്നത് ഇന്ത്യയാണ്. പണിയെടുക്കുന്നത് കംബോഡിയൻ തൊഴിലാളികൾ തന്നെ. എന്നാൽ നവീകരണത്തിനുള്ള ഫണ്ടിങ്ങും ടെക്നിക്കൽ സപ്പോർട്ടുമെല്ലാം നൽകുന്നത് ഇന്ത്യയാണ്. കംബോഡിയയിലെ ഇത്തരത്തിലുള്ള നിരവധി പ്രോജക്റ്റുകൾ ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് നടത്തിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഹിന്ദു ക്ഷേത്രങ്ങളായിരുന്നല്ലോ ഒരു കാലത്ത്. വനത്തിലൂടെ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ്. ഇവിടുത്തെ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാണ് അങ്കോർ വാറ്റും അങ്കോർ തോമുമൊക്കെ. മുട്ടുമറയാത്ത വസ്ത്രം ധരിച്ചു വരുന്ന സ്ത്രീകൾ ഇവിടെ വെച്ചൊരു മുണ്ടുടുക്കണം. ധരിച്ചു വന്ന വസ്ത്രത്തിന്റെ പുറത്തുകൂടി മുണ്ടുടുത്താൽ മതി. ആണുങ്ങൾക്ക് ഷോർട്ട് പാൻസ് ഒക്കെ ആവാം.
അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. കുറെ നടക്കാനുണ്ട്. കാട്ടിലൂടെ ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഉള്ളിലേക്ക് നടന്നു കഴിയുമ്പോഴാണ് ക്ഷേത്ര കോംപ്ലക്സിലേക്ക് എത്തുക. ഈ വഴിയോരങ്ങളിൽ ചെറുപന്തലുകളുണ്ട്. ഏതാനും പേർ അവിടെ ഇരുന്ന് ട്രഡീഷണൽ ഖമർ സംഗീതം അവതരിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരായ 4 കലാകാരന്മാരാണിവർ. അവരുടെ സംഗീതത്തിന്റെ CD വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട്. വഴിയോരത്തെ ഈ പന്തൽ ഇങ്ങനെ പരിപാടികൾ അവതരിപ്പിക്കാൻ നിശ്ചിത കാലത്തേക്ക് ഓരോ സംഘങ്ങൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗത ഖമർ സംഗീതം മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് നിബന്ധന. സന്തൂർ പോലുള്ള ഖമർ സംഗീതോപകരണമായ ഖിം, ട്രോ എന്നു പേരുള്ള ഫിഡിലുകൾ, തോൺ എന്ന ഡ്രം എന്നിവയൊക്കെയാണ് ഇവർ വായിക്കുന്നത്. സംഗീതജ്ഞരെ പിന്നിട്ട് ഞങ്ങൾ നടത്തം തുടർന്നു. അർബൻ പ്ലാനിങ്ങിന്റെ മികച്ച മാതൃകയായ ഒരു രാജനഗരമാണ് പണ്ടിവിടെ ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടെ ചില നിർമ്മിതികൾ വനത്തിൽ അങ്ങിങ്ങി കാണാം. ഓലമേഞ്ഞതാണ്. പണ്ട് നഗരത്തിലുണ്ടായിരുന്ന അത്തരം കെട്ടിടങ്ങളൊക്കെ ഓലമേഞ്ഞതായിരിക്കണം. അതുകൊണ്ടാണ് ഇന്നതൊന്നും അവശേഷിക്കാതെ പോയത്. ഇവിടെ ഒരു കൽക്കെട്ടിടം കാണാം. നോർത്ത് ലൈബ്രറി ബിൽഡിംഗ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അതും തകർന്നു കിടക്കുകയാണ്. അങ്കോർ തോമിൽ പല ലൈബ്രറി ബിൽഡിങ്ങുകളുണ്ട്. ബുദ്ധമത സംബന്ധിയായ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടമാണ് ഈ നോർത്ത് ലൈബ്രറി ബിൽഡിംഗ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജാപ്പനീസ് ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ ഈ ബിൽഡിംഗ് പുനരുദ്ധരിക്കാനിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം. ഇതിനെയൊക്കെ ഇങ്ങനെ തന്നെ നിലനിർത്തുന്നതിനു പകരം തകർച്ച ഒഴിവാക്കുന്ന രീതിയിൽ പുനർനിർമ്മിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും പുനർനിർമ്മിക്കുന്നില്ല. തകർന്ന് നഷ്ടപ്പെട്ട പല കല്ലുകളും വീണ്ടെടുക്കാനാവാത്തതാണ് അതിനൊരു കാരണം. എത്രയോ നൂറ്റാണ്ടുകാലം ഇത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മരങ്ങളും കാട്ടുവള്ളികളുമൊക്കെ പടർന്നു വളർന്നും ഭൂകമ്പത്തിൽ തകർന്നും കിടക്കുകയായിരുന്നു. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു. താഫ്രോം ടെമ്പിളിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. വലിയൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണത്. വലിയ കൽപ്പാളികൾ വിരിച്ച തറ. ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ എങ്ങനെയാണ് തകർന്നു പോയതെന്നതിന്റെ സൂചന കയറി ചെല്ലുമ്പോഴേ കാണാം. വലിയ വൃക്ഷങ്ങളുടെ വേരുകൾ ആ ക്ഷേത്രങ്ങളുടെ കല്ലുകൾക്കിടയിൽ വളർന്നു. എന്നിട്ട് കല്ലുകളെ തിക്കി മറിച്ചു കളഞ്ഞു. ഇത് കാണുക. തറയിൽ പോലും വലിയ മരങ്ങൾ വളർന്നിരിക്കുന്നു. എത്രയോ നൂറ്റാണ്ടുകൾ ഇങ്ങനെ കാട് മൂടിക്കിടന്നിരുന്ന ഒരു സ്ഥലത്തിന്റെ കാഴ്ചയാണിത്. ഇന്ന് ആ മരങ്ങൾ വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇതാണ് ഇവിടെ എത്തുന്നവരെ ആകർഷിക്കുന്ന ഒരു കാഴ്ച. തകർച്ചയെ അതിജീവിച്ചു നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തേക്ക് ഞങ്ങളെത്തി. താഫ്രോം ടെമ്പിൾ എന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു മൊണാസ്ട്രി ആയിരുന്നു. ജയവർമ്മൻ 7ാമൻ രാജാവ് സ്ഥാപിച്ച മഹായാന ബുദ്ധ മൊണാസ്ട്രി. നിർമ്മിതമായ കാലത്ത് രാജവിഹാര എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ കെട്ടിടം ആകെ ഇളകി നിൽക്കുകയാണ്. അന്നത്തെ നിർമ്മിതിയുടെ ബലം കൊണ്ടാണ് ഇന്നിത് പൂർണ്ണമായി തകരാതെ നിൽക്കുന്നത്. ഇതിനകത്തുകൂടിയെല്ലാം വൻമരങ്ങൾ വളർന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെട്ടിടം പലയിടത്തും വിണ്ട് കീറിയിരിക്കുകയാണ്. കല്ലുകൾ പരസ്പരം ലോക്ക് ചെയ്തുള്ള നിർമ്മാണ രീതിയാണ് ഖമർ വാസ്തുവിദ്യയുടെ പ്രത്യേകത. ഇപ്പോൾ ജാക്കികൾ വെച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ് പല ഭാഗത്തെയും. അങ്ങനെയാണ് കെട്ടിടത്തിലെ ജനലുകളും വാതിലുകളുമൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. പല ബ്ലോക്കുകളായിട്ടാണ് ക്ഷേത്രം. ജയവർമ്മൻ 7ാമൻ തന്റെ മാതാവിന് സമർപ്പിച്ചുകൊണ്ടാണ് ഈ മൊണാസ്ട്രി നിർമ്മിച്ചതെന്നാണ് ചരിത്രം. ഒരു ക്ഷേത്രവും സന്യാസിമാരുടെ താമസയിടങ്ങളും പാഠശാലകളും ലൈബ്രറിയും നൃത്തശാലയും എല്ലാം ചേർന്നതായിരുന്നു താഫ്രോം കോംപ്ലക്സ്. ഇത്തരത്തിൽ കൂറ്റൻ മരങ്ങൾ കെട്ടിടത്തിന്റെ മുകളിൽ കൂടിയും കയറി വളർന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ വലിയൊരു കാഴ്ചയാണ്. കൂറ്റൻ മരങ്ങൾ ക്ഷേത്രങ്ങളെയൊക്കെ വിഴുങ്ങിക്കൊണ്ട് വളർന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കൗതുകം പകരുന്ന കാഴ്ച തന്നെ. അങ്കോർ തോം എന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെ വൻമരങ്ങൾ പടർന്നു നിൽക്കുന്ന കൽമന്ദിരങ്ങളുടെ ചിത്രങ്ങളായിരിക്കും. അത് വെട്ടിക്കളയാൻ മുതിർന്നിട്ടില്ല. അതിന്റെ കാരണം ഇതൊരു ദൃശ്യവിസ്മയമാണ് എന്നത് തന്നെ. ആ മരം വെട്ടിക്കളഞ്ഞാൽ ഇത് വെറും ഒരു കൽക്കെട്ടിടം മാത്രമായി പോകുമല്ലോ. മലേഷ്യ, തായ്ലാന്റ്,
ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കെട്ടിടത്തിനകത്തേക്ക് കയറി ചെല്ലാം. പല കെട്ടിടങ്ങളും തകരാതെ ഏതാണ്ട് പൂർണ്ണതയോടെ നിലനിൽക്കുന്നുണ്ട്. അതിനകത്ത് ബുദ്ധന്റെ വിഗ്രഹങ്ങൾ പലയിടത്തും കാണാം. അങ്കോർ തോമിലെ പല ക്ഷേത്രങ്ങളും ആദ്യം ഹിന്ദു ആരാധനയ്ക്കുള്ളതായിരുന്നു. പിന്നീടാണ് അവ ബുദ്ധക്ഷേത്രമായി മാറിയത്. താഫ്രോം ആകട്ടെ നിർമ്മിച്ചത് തന്നെ ബുദ്ധ ആരാധനാലയവും മൊണാസ്ട്രിയുമായാണ്. 1186-ലായിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോൾ പല കെട്ടിടഭാഗങ്ങളും തകരാതെ നിൽക്കുന്നത് ഉരുക്കിന്റെ ചട്ടക്കൂടിലാണ്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച തനി നാട്ടിൻപുറത്തുകാരൊക്കെ പല ഭാഗത്തു നിന്നും താഫ്രോം കാണാൻ വന്നിട്ടുണ്ട്. ബുദ്ധ സന്യാസിമാരുണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ് ഇവരെല്ലാം. കിഴക്കൻ ഏഷ്യക്കാർക്ക് ഇന്ത്യക്കാരോട് ഒരു ബഹുമാനം കൂടുതലുണ്ട്. ബുദ്ധിസം വളർന്ന നാടാണല്ലോ അത്. പല കെട്ടിടങ്ങളുടെ വലിയൊരു കോംപ്ലക്സ് ആണിത്. ആദ്യകാലത്ത് 12,500 പേർ ഈ കോംപ്ലക്സിൽ സ്ഥിരമായി വസിച്ചിരുന്നു. അതിൽ 18 പേർ ഉന്നത സ്ഥാനങ്ങളിലുള്ള പുരോഹിതന്മാരായിരുന്നത്രേ. മറ്റുള്ളവർ പല ശ്രേണിയിലുള്ള ബുദ്ധ സന്യാസിമാരും വിദ്യാർത്ഥികളും എല്ലാമായിരുന്നു. ഇവിടെ 615 സ്ഥിരം നർത്തകരുണ്ടായിരുന്നു എന്നതാണ് ലിഖിതങ്ങളിൽ നിന്നും ലഭിക്കുന്ന മറ്റൊരു വിവരം. ഈ മൊണാസ്ട്രിക്ക് ചുറ്റുമായുള്ള ഗ്രാമങ്ങളിലെ 80,000 ആളുകൾ മൊണാസ്ട്രിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. ഇവിടേക്ക് ആവശ്യമായ തുണി, ഉപകരണങ്ങൾ, ധാന്യങ്ങൾ എന്നിവയെല്ലാം നൽകിയിരുന്നത് ആ ഗ്രാമങ്ങളിൽ നിന്നാണ്. മൊണാസ്ട്രിയിലെ ജോലികൾക്ക് നിയോഗിച്ചിരുന്നതും ആ ഗ്രാമീണരെ തന്നെയായിരുന്നു. അടുത്ത ക്ഷേത്രത്തിനകത്തേക്ക് കയറി ചെന്നു. വൃക്ഷങ്ങൾ കയറി വളരാത്ത കെട്ടിടങ്ങൾക്കൊന്നും വലിയ തകർച്ച സംഭവിച്ചിട്ടില്ല. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചയുമുണ്ട്. ഈ മരത്തിന്റെ വേരുകൾ ഭീമാകാരമുള്ള സർപ്പങ്ങളെപ്പോലെ കെട്ടിടത്തിന്റെ പല കെട്ടുകൾക്കിടയിലൂടെ ഇങ്ങനെ പടർന്നു വളർന്നിരിക്കുകയാണ്. കൽക്കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ഒരു കൂറ്റൻ മലമ്പാമ്പ് ഇരവിഴുങ്ങി അങ്ങനെ കിടക്കുന്നതായി തോന്നും. കെട്ടിടം കല്ലിന്മേൽ കല്ലു മാത്രമായി അവശേഷിപ്പിച്ച ഭാഗങ്ങളുമുണ്ട്. തകർന്നടിഞ്ഞു കിടക്കുന്ന ക്ഷേത്രഭാഗങ്ങൾ. ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ ഈ കോംപ്ലക്സിൽ നിരവധി ഉണ്ടായിരുന്നു. വമ്പൻ ശിലാഖണ്ഡങ്ങൾ കൊണ്ട് പണിത കെട്ടിടങ്ങൾ. കല്ലുകൾ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ മറ്റു മിശ്രിതങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. മലമ്പാമ്പിനെ പോലുള്ള വേര് ഞെരുക്കിക്കളഞ്ഞ കെട്ടിടഭാഗത്തെ ജാക്കികൾ കൊണ്ടാണ് താങ്ങി നിർത്തിയിരിക്കുന്നത്. ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിലായിട്ടാണ് കൂറ്റൻ മരം ഇങ്ങനെ വളർന്നു നിൽക്കുന്നത്. ആ വേരിനെ കൂടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് കെട്ടിടത്തെ ആകെ തകർത്തു കളയും. വേരുകളുടെ പടലം കല്ലുകൾക്കിടയിലൂടെയെല്ലാം പോയിട്ടുണ്ടല്ലോ. അതിനാൽ മരം വെട്ടിക്കളയാതെ കെട്ടിടം ഇനി നവീകരിക്കാനും പറ്റില്ല. ഇതിലെയൊക്കെ നടപ്പാതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തടികൊണ്ടുള്ള ബോർഡ് വാക്കുകൾ. അതുകൊണ്ട് സന്ദർശകർക്ക് ഇതിലൂടെയെല്ലാം ആയാസരഹിതമായി നടക്കാൻ പറ്റും. പല പല നടുമുറ്റങ്ങൾ, ഇടവഴികൾ, ഗോപുരങ്ങൾ. കണ്ടാലും കണ്ടാലും തീരാത്തത്രയുണ്ട് താഫ്രോം കോംപ്ലക്സ്. കെട്ടിടങ്ങളിലെല്ലാം സമൃദ്ധമായ കൊത്തുപണികൾ. ഇതിവിടുത്തെ ചെറിയ കോവിലുകളിലൊന്നാണ്. അതിനു ചുറ്റും വേറെയും ഗോപുരങ്ങളുണ്ട്. പല പല എടുപ്പുകളും. ഇവിടമെല്ലാം ഭക്തരെയും സന്യാസിമാരെയും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു കാലത്തെ മനസ്സിൽ കണ്ടു വേണം നടക്കാൻ. താഫ്രോമിലെ പ്രധാന ക്ഷേത്രം അതിസമ്പന്നമായിരുന്നു. സ്വർണം, മുത്ത്, സിൽക്ക് എന്നിവയുടെ വലിയ ശേഖരം അവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗത്തെത്തുമ്പോൾ ചിലന്തിവല പോലെ ഒരു മരം വളർന്ന് ഒരു കെട്ടിടത്തെ മൂടിയിരിക്കുന്നതാണ് കാഴ്ച. ഇതൊക്കെ താഫ്രോമിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ പ്രചരിച്ച വളരെ പ്രശസ്തമായ ഫോട്ടോകൾ കൂടിയാണ്. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഒരു കെട്ടിടത്തെയാകെ പൊതിഞ്ഞു വളർന്നിരിക്കുന്ന മരം. അതൊരു കാഴ്ച തന്നെയാണ്. കൂറ്റനൊരു ആൽമരം. ഖമർ ശില്പികൾ തീർത്ത കൽമന്ദിരത്തിൽ ചുവടുറപ്പിച്ച് അതങ്ങനെ നിൽക്കുകയാണ്. സെൻട്രൽ ടവറാണിത്.
പ്രജ്ഞാപരമിത എന്നു പേരുള്ള ബോധിസത്വ പ്രതിമയുണ്ടായിരുന്ന ടവർ. തകർന്നു കിടക്കുന്ന ഈ കെട്ടിടങ്ങളെല്ലാം പുനർനിർമ്മിക്കുക എന്നത് ശ്രമകരമായ ജോലിയാണ്. ഏത് കല്ല് ഏത് ഭാഗത്തായിരുന്നു എന്നത് കണ്ടുപിടിക്കുകയൊന്നും അത്ര എളുപ്പമല്ല. എങ്കിലും തകർന്നു കിടക്കുന്നവയ്ക്കും ഒരു ഭംഗിയും കുലീനത്വവുമുണ്ടെന്ന് എനിക്ക് തോന്നി. ഇതെല്ലാം ഇങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന പ്രധാന കാര്യം. ഇതൊരു പൂർണ്ണതയുള്ള ക്ഷേത്രമായി കഴിഞ്ഞാൽ വലിയ പ്രസക്തി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. മരങ്ങൾ വേരുകൾ ആഴ്ത്തി വളർന്ന കെട്ടിടങ്ങളുടെ കാഴ്ചകൾ പകർത്താനാണ് ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം. ഗൈഡ് ചാൻ ഒരു പാവക്കുട്ടിയെ അടയാളമായി ഉയർത്തി നടക്കുന്നു. ഇതിനകത്ത് പെട്ടുപോയാൽ പുറത്തിറങ്ങാൻ തെല്ല് കഷ്ടപ്പെടും. ഗൈഡിനെ നോക്കി നടന്നില്ലെങ്കിൽ പുറത്തേക്കിറങ്ങാനുള്ള വഴികൾ പോലും കണ്ടുപിടിക്കാനായെന്ന് വരില്ല. അത്ര വിപുലമായ കോംപ്ലക്സ് ആണ്. ഇവിടെ ഇതാ മറ്റൊരു കൂറ്റൻ മരം ക്ഷേത്രക്കെട്ടിന്റെ ഭിത്തിയിൽ വളർന്നു നിൽക്കുന്നു. ഇത്തരത്തിൽ നിരവധി മരങ്ങളുണ്ട്. അതിന്റെയൊക്കെ കൂറ്റൻ വേരുകൾ ക്ഷേത്രത്തെ ഞെരുക്കിക്കളഞ്ഞിരിക്കുന്നു. മരമാണോ ശിലയാണോ ശക്തൻ എന്നൊരു സംശയം ഇത് കാണുമ്പോൾ നമുക്കുണ്ടായിപ്പോകും. ഒരു വലിയ ക്ഷേത്രത്തെ തകർക്കാൻ ഒരു മരത്തിന് കഴിയുമെന്നാണല്ലോ ഈ കാഴ്ച വ്യക്തമാക്കുന്നത്. മരത്തിന് ജീവനുണ്ട് എന്നുള്ളത് ഇവിടെ നിന്നും നേരിൽ കണ്ട് പഠിക്കുകയാണ്. ശിലയും മരങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എളിയവനായ മരം നൂറ്റാണ്ടുകൾ കൊണ്ട് ശിലയെ വീഴ്ത്തിയിരിക്കുന്നു. അതാണ് ഇവിടുത്തെ അത്ഭുതം. കല്ലിനു മീതെ ചെറിയൊരു തൈയായി വളർന്നവൻ ഇന്ന് ഒരു മഹാക്ഷേത്രത്തെ തകർക്കാൻ മാത്രം ശക്തനായിരിക്കുന്നു. താഫ്രോമിന്റെ ഉൾവഴികളിലേക്ക് ഞാൻ നടന്നു. നീളൻ ഇടനാഴികളിൽ പലയിടത്തും വിഗ്രഹങ്ങൾ, ബുദ്ധപ്രതിമകൾ, ചുമരുകളിൽ ശില്പങ്ങൾ. പുറമേ നിന്ന് കണ്ടതുപോലെയല്ല, അതിവിശാലമായ ഒരു ലോകമാണ് താഫ്രോം. ഇവിടെ 13,000-ഓളം ആളുകൾ സ്ഥിരമായി വസിച്ചിരുന്നു എന്നതിൽ അതിശയോക്തി ഒട്ടുമില്ല. അത്ര വിശാലമാണ് ഏരിയ. ജയവർമ്മൻ ഏഴാമൻ എന്ന രാജാവ് മാത്രമല്ല ഇതിന്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. 12-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് താഫ്രോം നിർമ്മാണം തുടങ്ങിയതെങ്കിലും അതിന്റെ വിപുലീകരണം 100 വർഷത്തിലേറെ നീണ്ടുനിന്നു. 13-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തെ ഖമർ രാജാവായിരുന്ന സൃന്ദ്രവർമ്മന്റെ കാലത്തും ഇവിടെ കൽമന്ദിരങ്ങളുടെ നിർമ്മാണം തുടരുന്നുണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഖമർ സാമ്രാജ്യം തകർന്നതോടെയാണ് ശിലാനിർമ്മിതികളുടെ ഈ മഹാനഗരം വിസ്മൃതിയിലേക്ക് പോയത്. ഇവിടെ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയതോടെ മരങ്ങൾ ശിലകളെ കീഴടക്കുകയായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് കുമ്മായക്കൂട്ടുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതിനാൽ പല കെട്ടിടങ്ങളുടെയും മുകളിൽ കിളികൾ കാഷ്ടിച്ച വിത്തുകൾ കല്ലുകൾക്കിടയിലേക്ക് വേരുകൾ ആഴ്ത്തി വളർന്നു. മരം വളരുന്നതിനൊപ്പം കല്ലുകൾ അടർന്നു വീണു. പുനരുദ്ധാരണത്തിന്റെ ആദ്യപാദത്തിൽ അങ്ങനെ വളർന്നു നിന്ന നിരവധി മരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു. ഈ കെട്ടിടം തേർഡ് എൻക്ലോഷർ ഗാലറി എന്നാണ് അറിയപ്പെടുന്നത്. 41 മീറ്റർ നീളവും 5 മീറ്ററോളം വീതിയുമുള്ള ഒരു കെട്ടിടം. ജയവർമ്മൻ ഏഴാമൻ രാജാവ് തന്റെ ഗുരുവായ ജയമംഗളാർത്ഥ എന്ന സന്യാസിയുടെ ബഹുമാനാർത്ഥമാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന് തന്നെയായിരുന്നു താഫ്രോമിലെ ഏറ്റവും വലിയ ലൈബ്രറി ഉണ്ടായിരുന്നത്. അതിനടുത്തു തന്നെയായിരുന്നു ഇവിടുത്തെ നൃത്തശാലയും. ഒരു രാക്ഷസക്കോട്ട പോലെ കിടക്കുന്ന കോംപ്ലക്സിന്റെ തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്ന് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഒറ്റയ്ക്കായിരുന്നു ഇതിലൂടെ സഞ്ചരിക്കുന്നതെങ്കിൽ ഭയന്നിട്ട് അതിനകത്തുകൂടിയൊക്കെ ഷൂട്ട് ചെയ്ത് നടക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. തിരിച്ചിറങ്ങി പാർക്കിങ്ങിലേക്ക് വരുമ്പോഴും കച്ചവടക്കാരികൾ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. കുട്ടികളുമുണ്ട് കച്ചവടക്കാരായി. ഇപ്പോഴും പട്ടിണിയും ദാരിദ്ര്യവും വിദ്യാഭ്യാസമില്ലായ്മയുമെല്ലാമുള്ള കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നാണ് കംബോഡിയ. ഡ്രൈവർ സമ്പത്ത് വണ്ടിയെടുത്തു. ആൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുന്നത് രസകരമായ രീതിയിലാണ്. ഞങ്ങൾ അവിടെ നിന്നും യാത്ര തുടർന്നു. ഇനി എലിഫന്റ് ടെറസ് എന്നൊരു ഭാഗമൊക്കെ ഈ യാത്രയിൽ കാണാൻ പറ്റും. എത്ര വിസ്തൃതമായൊരു പ്രദേശത്ത് വ്യാപിച്ചു കിടന്നിരുന്നൊരു നഗരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സംസ്കാര സമ്പന്നമായ ഒരു നഗരം തന്നെയായിരുന്നു അങ്കോർ തോം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്ത് മാത്രമല്ല, ഇവിടെ ഒരു നഗരം നിലനിന്ന കാലത്തും മനുഷ്യർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പിന്നാലെയാണല്ലോ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് നിർമ്മിക്കാൻ കഴിയാത്ത പലതും ഇവിടെ മനുഷ്യൻ ഭാവന കൊണ്ടും കായിക ശേഷി കൊണ്ടും സൃഷ്ടിച്ചെടുത്തു. കാര്യമായ ടെക്നോളജിയൊന്നും ഇല്ലാത്ത കാലത്താണ് കൂറ്റൻ പാറകൾ അടുക്കി ഒരു വലിയ നഗരത്തെ തന്നെ അവർ സൃഷ്ടിച്ചു വെച്ചത്. അങ്കോർ തോമിലെ പുരാമന്ദിരങ്ങൾ ഇന്ന് കാണുന്ന വിധം നിലനിൽക്കുന്നതിൽ ഇന്ത്യക്ക് വലിയൊരു പങ്കുണ്ട്. അങ്കോർ തോമിലെ ഇപ്പോൾ ഞങ്ങൾ കണ്ടിറങ്ങിയ താഫ്രോം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ പുനരുദ്ധരിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയത് 1980കളിലാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്കായിരുന്നു അതിന്റെ ചുമതല. രണ്ടാം ഘട്ടമായി 2003ലാണ് ഇന്ത്യ താഫ്രോം ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം തുടങ്ങിയത്. ഇപ്പോൾ മൂന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇന്ത്യ ഇവിടെ നടപ്പാക്കി വരികയാണ്. അങ്ങനെ മാനവ സംസ്കാരത്തിന്റെ വലിയൊരു ഖനിയെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിച്ചു പോരുന്നു. ആ ചിന്തകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.